ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ട്രക്ചറാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ട്രക്ചറാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയതും ആണ്. ഏതാണ് ആ സ്ട്രക്ചർ എന്നല്ലേ? V4 + V4. എന്താണ് ഈ V4 + V4 എന്ന് പറയുന്നത്? V4 എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ഫോർത്ത് ഫോം. ഫോർത്ത് ഫോം എന്ന് പറയുന്നത് വേർബിൻ്റെ ING ഫോം. ഇപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേയിങ് ING ചേർത്ത് പ്ലേയിങ് ആക്കി, അതാണ് വേർബിൻ്റെ ഫോർത്ത് ഫോം. സിംഗിങ് എന്ന് പറയുന്നതാണ് ഫോർത്ത് ഫോം. റൈറ്റ് എഴുതുക, റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് ഫോർത്ത് ഫോം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ING ഫോം എന്ന് നമുക്ക് പറയാം. ഇത് ഒരു സെൻറ്റൻസിൽ വരുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓടുകയാണ്, ഐ ആം റണ്ണിങ്. അവൾ പാടുകയായിരുന്നു, ഷീ വാസ് സിംഗിങ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അവിടെ ഒരു പ്രാവശ്യം മാത്രമേ സിംഗിങ് ING ഫോം ഉപയോഗിച്ചിട്ടുള്ളൂ ആ സെൻറ്റൻസിൽ. പക്ഷേ ഒരു സെൻറ്റൻസിൽ തന്നെ ഒരുമിച്ച് ഒരു V4 വരിക, അതിനടുത്ത് തന്നെ വേറൊരു V4 ഫോം വരിക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്, അവൾ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവൾ ഇരുന്നു കൊണ്ട് പാടുകയാണ്, അവൾ ഇരുന്നു കൊണ്ട് വായിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയില്ലേ? ഒരു കാര്യം തന്നെയല്ല, രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇരുന്നു കൊണ്ട് വായിക്കുന്നു എന്ന് പറയുമ്പോൾ ഇരിക്കുക എന്ന കാര്യമുണ്ട്, വായിക്കുക എന്നൊരു കാര്യമുണ്ട്, അല്ലേ? അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ V4 + V4 ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം? ആദ്യം സബ്ജക്റ്റ് പറയുക, അത് കഴിഞ്ഞിട്ട് ഒരു ബി ഫോം എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആകാം. അത് കഴിഞ്ഞിട്ട് ഒരു V4 ഫോം, പിന്നെ വേറൊരു V4 ഫോം. അതാണ് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം. ഹീസ് സിറ്റിംഗ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഹീസ് സിറ്റിംഗ്, അവൻ ഇരിക്കുകയാണ്. തിങ്കിങ്, ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആ ഇരിക്കുന്ന സമയത്ത് അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീസ് സിറ്റിംഗ് തിങ്കിങ്. നോക്കൂ, ഹീ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഈസ് എന്നുള്ള ഒരു ബി വേർബ് ഉപയോഗിച്ചു. പിന്നെ ഹീസ് സിറ്റിംഗ് ഒരു വേർബിൻ്റെ V4 ഫോമായി, സിറ്റ് എന്ന വേർബിൻ്റെ. അത് കഴിഞ്ഞിട്ട് തിങ്കിങ്, തിങ്ക് എന്ന വേർബിൻ്റെ V4 ഫോം. അപ്പോൾ രണ്ട് V4 ഫോം അടുത്തടുത്ത് വന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നത് ആ രണ്ട് വേർബുകളും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നതിനാണ്, ഒരു റിലേറ്റഡ് നേച്ചർ, രണ്ട് തമ്മിൽ റിലേഷനുണ്ട്, രണ്ടും ഒരേ സമയത്ത് നടക്കുകയാണ്, അത് കാണിക്കുന്നതിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രമല്ല, പിന്നെ നമുക്ക് റിട്ടൺ വർക്ക്, അവിടെ ഇപ്പോൾ സ്റ്റോറീസൊക്കെ എഴുതുമ്പോൾ, അതുപോലെ തന്നെ പോയട്രി, നോവൽ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും പോയട്രി ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു റിതം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ വളരെ ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് റണ്ണിങ് ലാഫിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. നോക്കൂ, ഷീ ഈസ് റണ്ണിങ്, അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് റണ്ണിങ് ലാഫിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവളുടെ കൂട്ടുകാരോടൊപ്പം ചിരിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷീ ഈസ്, നോക്കുക, ഈസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് അവിടെ ഉപയോഗിച്ചത്. ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഇനി വി ആണ് സബ്ജക്റ്റെങ്കിൽ വി ആർ, ദേ ആർ, ഐ ആയിരുന്നെങ്കിൽ ആം, ഐ ആം. പാസ്റ്റ് ടെൻസിൽ വാസ് ഉപയോഗിക്കാം. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് ആം, ഈസ്, ആർ ഒക്കെ സബ്ജക്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഐ ആണ് സബ്ജക്റ്റെങ്കിൽ ആം പ്രസൻറ്റ് ടെൻസിൽ, പാസ്റ്റ് ടെൻസിലാണെങ്കിലോ ഐ വാസ്. ഇനി ഹീ ആണ് സബ്ജക്റ്റെങ്കിലും ഹീ ഈസ് പ്രസൻറ്റ് ടെൻസ്, ഹീ വാസ് പാസ്റ്റ് ടെൻസ്. ഷീ ഈസ്, ഷീ വാസ് പാസ്റ്റ് ടെൻസ്. ഷീ ഈസ് എന്നത് പ്രസൻറ്റ് ടെൻസ്, ഷീ വാസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആവും. അതുപോലെ ദേ, അവർ എന്നാണെങ്കിൽ ദേ ആർ പ്രസൻറ്റ് ടെൻസ്, വി ആർ പ്രസൻറ്റ് ടെൻസ്. ദേ വേർ പാസ്റ്റ് ടെൻസ്, വി വേർ പാസ്റ്റ് ടെൻസ്. മറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസ് പ്രസൻറ്റ് ടെൻസിലും വാസ് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കാം. ഇനി പ്ലൂറൽ സബ്ജക്ട്സ് വേറെ ഏതും ആയിക്കോട്ടെ, അവിടെ നമുക്ക് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ആർ ഉപയോഗിക്കാം, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേർ ഉപയോഗിക്കാം. അവൻ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയും? നോക്കൂ, ഇരിക്കുകയാണ്. ഹീ സിറ്റിംഗ്, ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീ സിറ്റിംഗ് റീഡിങ് എ ബുക്ക്.
ഹീ ഈസ് സിറ്റിംഗ് റീഡിങ് എ ബുക്ക്. അവനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയി. അപ്പോൾ ഹി വാസ് സിറ്റിംഗ് റീഡിങ് എ ബുക്ക്. അവൾ മ്യൂസിക് കേട്ടുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വർക്കിംഗ് ലിസണിങ് ടു മ്യൂസിക്. ഷീ ഈസ് വർക്കിംഗ് ലിസണിങ് ടു മ്യൂസിക്. നോക്കൂ, വർക്കിംഗ് ആൻഡ് ലിസണിങ് അടുത്തടുത്ത് വന്നു. 2 V4 ഫോംസ്. ഐ ആം സിറ്റിംഗ് വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്നു കൊണ്ട് TV വാച്ച് ചെയ്യുകയാണ്. ഐ ആം സിറ്റിംഗ് വാച്ചിങ് TV. ഞാൻ എൻ്റെ സ്റ്റോറി ആലോചിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്റ്റോറി ആലോചിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? ഐ ആം റൈറ്റിംഗ് തിങ്കിങ് അബൌട്ട് മൈ സ്റ്റോറി. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഐ ആം റൈറ്റിംഗ് എങ്ങനെയാണ്? തിങ്കിങ് അബൌട്ട് മൈ സ്റ്റോറി. എൻ്റെ സ്റ്റോറി തിങ്ക് ചെയ്തുകൊണ്ട്, എൻ്റെ സ്റ്റോറിയെ ചിന്തിച്ചുകൊണ്ട്. അവൾ ക്ലാസിക്കൽ മ്യൂസിക് കേട്ടുകൊണ്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് പെയിൻറ്റിങ് ലിസണിങ് ടു ക്ലാസിക്കൽ മ്യൂസിക്. ആ കുട്ടി മഴയത്ത് നിന്ന് കരയുകയായിരുന്നു. ദ ചൈൽഡ് വാസ് ക്രൈയിങ്. നോക്കൂ, പാസ്റ്റ് ടെൻസ് ആണ്. ദ ചൈൽഡ് വാസ് ക്രൈയിങ് സ്റ്റാൻഡിങ് ഇൻ ദ റെയിൻ. മഴയത്ത് നിന്നുകൊണ്ട് കരയുകയായിരുന്നു. അവരുടെ പ്ലാനിനെ പറ്റി സംസാരിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. ദേ ആർ സിറ്റിംഗ് ടോക്കിംഗ് എബൌട്ട് ദെയർ പ്ലാൻസ്. ഇപ്പോൾ V4 + V4 എന്ന സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് അത് ഉപയോഗിച്ച് ശീലിക്കുക.